இடுக்கி சீட்டை குறித்து காங்கிரசிலும் யூடிஎஃபிலும் எந்த பேச்சுவார்த்தையும் இதுவரை நடத்தவில்லை என்று கேபிசிசி செயலாளர் எம்என் கோபி, குறுக்கு வழியில் வேட்பாளராக முயற்சிப்பவர்கள் சிலர் வதந்திகளை பரப்பி வருவதாகவும், ഇടുക്കി സീറ്റை குறித்து வரும் செய்திகள் தவறானது என்றும் எம்என் கோபി கூறினார். ഇടുക്കി സീറ്റ് കോൺഗ്രസ് ഏറ്റെടുക്കും എന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ ഉണ്ടാക്കുന്ന വിവാദം തികച്ചും അനാവശ്യവും ചില സങ്കുചിതമായ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ളതാണെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കോൺഗ്രസ് ആ സീറ്റ് ഏറ്റെടുക്കുന്നതിനെ സംബന്ധിച്ച് കോൺഗ്രസ് പാർട്ടി ചർച്ച ചെയ്യുകയോ തീരുമാനമെടുക്കുകയോ ചെയ്തിട്ടില്ല. അതൊന്ന്. രണ്ട്, UDFിന്റെ അകത്ത് പൊതുവായി ചർച്ച ചെയ്തെടുക്കേണ്ട കാര്യമാണത്. ഇപ്പോൾ കേരളത്തിലെ 140 സീറ്റിലൊന്നും കോൺഗ്രസിന് മത്സരിക്കാൻ പറ്റത്തില്ല. ഘടകകക്ഷികളുമായിട്ടുള്ള ബന്ധം ഊഷ്മളമായി കൊണ്ടുപോകണം എന്നുള്ളതാണ് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പൊതുവായ തീരുമാനം. അതിന് വിഘാതമാകുന്ന ഇത്തരം പ്രസ്താവനകൾ ചില ആളുകൾ ഈ സ്ഥാനപരമായി ശരിയായ കാര്യമല്ല. ഇപ്പോൾ ഇടുക്കിയിലോ ഇടുക്കി ഏറ്റെടുക്കാനോ ഉടുമ്പൻചോലയിലും പീരുമേടിലും ദേവികുളത്തും സ്ഥാനാർത്ഥികളാകുന്ന ആരാണ് എന്നതിനെ സംബന്ധിച്ചൊന്നും കോൺഗ്രസ് പാർട്ടി ഇതുവരെ ഒരു തീരുമാനവും ചർച്ചയും ചെയ്തിട്ടില്ല. അതിനുള്ള സമയമായി വരുന്നതേ ഉള്ളൂ. കോൺഗ്രസിന്റെ ക്യാമ്പ് ഇന്നലെയാണ് സമാപിച്ചത്. ആ ക്യാമ്പിന് ശേഷം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റികൾ കൂടി ഇനി നടത്തേണ്ട പരിപാടികളെ സംബന്ധിച്ചുള്ള തീരുമാനങ്ങൾ എടുക്കാൻ വരുന്നേ ഉള്ളൂ. ഇപ്പൊ ഉണ്ടാക്കുന്ന ഈ വിവാദം ചില ആളുകൾക്ക് കുറുക്ക് വഴിയിലൂടെ അകത്ത് കയറുന്നതിന് വേണ്ടിയുള്ള ശ്രമത്തിന്റെ ഭാഗമാണ്. അത് ഈ പാർട്ടിയെ തിരിച്ചറിയാത്തവരും പാർട്ടിയുടെ നിലപാടുകൾ അറിയാത്ത ആളുകളുമാണ് ഇതിന് പിന്നിലുള്ളത്. ചില വാർത്തകൾ ബോധപൂർവ്വം സൃഷ്ടിച്ച് സ്ഥാനാർത്ഥിത്വം അവരിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടത്തുന്നതിന്റെ ഭാഗമാണോ എന്നുകൂടി ഈ തരുണത്തിൽ നമ്മൾ സംശയിക്കേണ്ടതായിരിക്കുന്നുണ്ട്. ഇപ്പൊ വരുന്ന വാർത്തകൾക്കൊന്നും ഒരു അടിസ്ഥാനമില്ല. കോൺഗ്രസ് പാർട്ടി ഔദ്യോഗികമായി ഇടുക്കി സീറ്റ് വീണ്ടെടുക്കണം, തിരിച്ചെടുക്കണം എന്ന് ഒരു ഘടകത്തിലും ആവശ്യപ്പെട്ടിട്ടില്ല. അങ്ങനെ ഒരു ആവശ്യം ഉന്നയിക്കേണ്ടതായി വന്നാൽ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി കൂടി അത് തീരുമാനിക്കുകയും ആ ആവശ്യം സംസ്ഥാന കോൺഗ്രസ് നേതൃത്വത്തെ അറിയിക്കുകയും ചെയ്യും. അപ്പോൾ സംസ്ഥാന കോൺഗ്രസ് നേതൃത്വം UDFുമായി ചർച്ച ചെയ്തിട്ടാണ് ഇത്തരം കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത്. അതൊന്നും ഉണ്ടാകാതെ ചില ആളുകൾ സ്വയം പ്രഖ്യാപിത സ്ഥാനാർത്ഥികളായൊക്കെ മാറുന്നത് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ കെട്ടുറപ്പിനും കോൺഗ്രസിന്റെ രാഷ്ട്രീയ തിരിച്ചുവരവിനും എതിരാകും എന്നുള്ളതാണ് യാഥാർത്ഥ്യം.